ഹലോ, നാഗാലാൻഡിൽ സ്പെൻഡ് ചെയ്ത ലാസ്റ്റ് ദിവസത്തെക്കുറിച്ചുള്ളതാണ് ഈ വീഡിയോ. അതായത് എൻ്റെ നാഗാലാൻഡ് സീരീസിൻ്റെ ലാസ്റ്റ് എപ്പിസോഡ്. കഴിഞ്ഞ വീഡിയോയിൽ സുക്കു വാലിയിലേക്ക് പോയ ട്രക്കിങ്ങിനെ കുറിച്ചും അവിടുത്തെ കാഴ്ചകളെക്കുറിച്ചൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഓൾ ഇന്ത്യ റേഡിയോയുടെ വക ഒരു ഇൻ്റർവ്യൂവും കൊടുത്തിട്ട് തിരിച്ച് ഹെറിറ്റേജ് വില്ലേജിലെത്തിയപ്പോൾ ഈ രണ്ട് പിള്ളേരെ കണ്ടു. രാവിലെ ഞങ്ങൾ പോകുന്ന സമയത്ത് ഇവരുടെ പാരൻസ് ആയിരുന്നു വോളണ്ടിയേഴ്സായിട്ട് ഇവിടെ ഇരുന്നത്. തിരിച്ചു വന്നപ്പോൾ ഈ പിള്ളേരെ ഇരിക്കുന്നത്. അപ്പം ഞങ്ങൾ ചെന്നു, സംസാരിച്ചു, കമ്പനിയൊക്കെ അവരുടെ ഫോട്ടോസൊക്കെ എടുത്തു. ഇവർ രണ്ടുപേരും മാത്രമല്ല കേട്ടോ, വേറെ 3 കുരുട്ട് ചെക്കന്മാരും ഉണ്ടായിരുന്നു. അമ്മമാർക്ക് ഒടുക്കത്തെ നാണം. എല്ലാം കൂടെ ആ ടേബിളിൻ്റെ അവിടെയും ഫ്രെയിമിൽ നിന്നൊക്കെ മാറിയൊക്കെ ഒളിച്ചു നിന്നു. അവരോട് ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് സ്റ്റോൾ അന്വേഷിച്ച് പോവുക. കാരണം അന്യായ വിശപ്പായിരുന്നു. ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു. ആകെ ഒരു ചായയും സ്നാക്കും മാത്രമല്ലേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് റോട്ടിൽ നോക്കിയപ്പോൾ റോഡ് സൈഡിലൊരു സ്റ്റുഡൻറ്റ് പുള്ളിക്കാരി ഉണ്ടാക്കിയ ഫുഡ് ഐറ്റംസൊക്കെ ഒരു കുട്ടി ടേബിളൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചെന്ന് നോക്കിയപ്പോൾ റോളാണ്, ചിക്കൻ റോൾ, വെജ് റോളൊക്കെ. ഞാനൊരു ചിക്കൻ റോൾ വാങ്ങി, മേതൊരു വെജ് റോൾ വാങ്ങി. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പുള്ളിക്കാരി ഒരു ടിന്നിൽ ഈ ബ്ലാക്ക് ചന റോസ്റ്റ് ചെയ്ത് നല്ല സ്പൈസി ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഡ്രൈ ആയിട്ട്. അത് വാങ്ങി കഴിച്ചു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ നിന്ന് ഞങ്ങളിനി പോകുന്നത് കൊഹിമ സിറ്റിയിലേക്കാണ്. കൊഹിമ സിറ്റിയിൽ ഞങ്ങൾ ഓൾറെഡി എല്ലാവരും കൂടി ഇതിനു മുമ്പ് പോയിട്ടുണ്ടായിരുന്നല്ലോ, അത് പകലായിരുന്നു. കൊഹിമയിലെ ഈ നൈറ്റ് മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ അജണ്ട. ഞങ്ങൾ രണ്ടാളും മാത്രമല്ല, സുക്കു വാലിയിൽ വെച്ചിട്ട് മേധയ്ക്ക് കിട്ടിയ 2 മൈസൂറുകാർ ഫ്രണ്ട്സ് ഉണ്ട്. ഒരാളുടെ പേര് വരുൺ, മറ്റേയാളുടെ പേര് ചിരന്ത്. ഇവരുടെ കൂടെയാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഈ മൈസൂറുകാരെ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും മേധയ്ക്ക് ആശ്വാസമായത് ഇപ്പോഴാണ്. കാരണം ഇത്രയും ദിവസം ഈ മലയാളികളുടെ ഇടയിൽ കിടന്ന് സകലമാന ട്രോളുകളും മനസ്സിലാവാതെ ആളുങ്ങൾ കുഴഞ്ഞിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഈ മൈസൂറുകാരെ കിട്ടിയത്. അതോടെ ആൾക്ക് ആശ്വാസമായി. പിന്നെ ആൾ ഭയങ്കര ടോക്കറ്റീവായിരുന്നു. അപ്പോൾ പെട്ടുപോയത് ഞാനാ. കാരണം എനിക്ക് ഇവരുടെ പറയുന്ന ഒന്നും ഉടുത്തു എന്നല്ലാതെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ കുറച്ച് വലഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ നൈറ്റ് മാർക്കറ്റിലെത്തി. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇങ്ങനെ വഴിയിലൊക്കെ ഈ സ്ട്രീറ്റ് വെൻഡേഴ്സ് ഇരുന്നിട്ട് ഒരുപാട് സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് നടന്നപ്പോൾ എൻ്റെ കണ്ണുടക്കിയത് ഈ ചേച്ചിയുടെ സ്റ്റോളിലായിരുന്നു. കാരണം ഒരുപാട് വെറൈറ്റി കാണാത്ത പച്ചക്കറികളുണ്ടായിരുന്നു. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു വേറൊരു ഐറ്റം ഉണ്ടായിരുന്നു ഇവിടെ. സിൽക്ക് വേം അഥവാ പട്ടുനൂൽ പുഴുക്കൾ. ഇതിങ്ങനെ കാണുമ്പോൾ ഒരെണ്ണം ഫ്രൈ ചെയ്തും കുക്ക് ചെയ്തൊക്കെ വെച്ചതാണെന്നൊക്കെ തോന്നുമെങ്കിലും എല്ലാം വളരെ റോയാണ്. ഒരെണ്ണം സ്കിന്നുള്ളതും ഒരെണ്ണം സ്കിന്നില്ലാത്തതും. ഇത് കാണുമ്പോൾ ഇത് ചത്തതാണ് എന്ന് കരുതിയെങ്കിൽ തെറ്റി. ഇതിന് നല്ല ജീവനുണ്ടായിരുന്നു. എല്ലാം കിടന്ന് ഇങ്ങനെ ഞൊളയ്ക്കുന്നുണ്ടായിരുന്നു. മനഃപൂർവ്വം ഫോട്ടോ എടുത്തത്, വീഡിയോ എടുത്തത് വീണ്ടും വീണ്ടും കാണാനുള്ള ത്രാണി എനിക്കില്ലാത്തതുകൊണ്ട് മാത്രം. ഇതിനൊക്കെ വളരെ ചീപ്പ് റേറ്റാണ്. ആൾക്കാർ വന്ന് ചോദിക്കുമ്പോൾ അവരവരുടെ സ്വന്തം കൈകൊണ്ട് ഒരു ഗ്ലൗസ് പോലും ഇല്ലാതെ ജീവനുള്ള ഇതിനെ വാരിയെടുത്ത് ഈ പേപ്പറിലൊക്കെ പൊതിഞ്ഞോ കവറിലൊക്കെ ഇട്ട് ഇങ്ങനെ കൊടുക്കും. ഇത് കാണുമ്പോൾ നല്ല കൗതുകമുള്ള കാഴ്ചയാണ്. പ്രത്യേകിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഫുഡ് കഴിക്കാതെ വരാനേ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അത്രയും നേരം കഷ്ടപ്പെട്ട് ചവച്ചിറക്കിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒറ്റ ഫ്ലിപ്പിൽ പുറത്തേക്ക് ചാടും. ഇതിലും വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസൊക്കെ കാണാൻ നമുക്ക് കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയ മീറ്റ് മാർക്കറ്റൊക്കെ കിട്ടും. പക്ഷെ പകൽ പോയപ്പോഴും ഇപ്പോൾ ഈ രാത്രി സമയത്തും ഞാൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. കാരണം ഇവിടെ ഡോഗ് മീറ്റൊക്കെ നല്ലോണം കിട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ട് നമ്മുടെ ഇവിടെയൊക്കെ ഇറച്ചിക്കടയുടെ ഫ്രണ്ടിൽ ആടിൻ്റെ തലയൊക്കെ വെട്ടി വെക്കുന്ന പോലെ പട്ടിയുടെ തലയൊക്കെ വെക്കണ കണ്ട് എനിക്ക് അയ്യോ ചിന്തിക്കാൻ വയ്യാത്തതുകൊണ്ട് മനഃപൂർവ്വം ഞാൻ ആ ഏരിയയിലേക്കേ പോയില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും പോയില്ല കേട്ടോ. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ നാഗാലാൻഡ് വന്നിട്ട് ഞാൻ ചിക്കൻ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. എൻ്റെ കൂടെ വന്നവരിൽ പലരും മട്ടണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചിക്കൻ മാത്രമേ സ്റ്റിക്ക് ഓൺ ചെയ്യും. എവിടെ മീറ്റ് കണ്ടു കഴിഞ്ഞാൽ 2-3 വട്ടം ചോദിക്കും ചിക്കനാണോ എന്ന്. കാരണം എന്താണെന്നറിയോ, ചിക്കനാണെങ്കിൽ നമുക്ക് കഴിക്കുമ്പോഴും അത് കാണുമ്പോഴും ആ ടെക്സ്ചറൊക്കെ കാണുമ്പോഴും നമുക്കറിയാം ഇത് ചിക്കനാണെന്ന്. പക്ഷേ ബാക്കിയുള്ള മീറ്റ് റെക്കഗ്നൈസ് ചെയ്യാനുള്ള കഴിവെനിക്കില്ല. അതുകൊണ്ട് വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചിക്കൻ മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ ഇവിടെ. ഈ ഞങ്ങളുടെ കൂടെ വന്ന മൈസൂറുകാരെന്ന് പറഞ്ഞല്ലോ, ഈ ചിരന്തിൻ്റെ ഫോട്ടോ നാഗാലാൻഡിൽ എൻ്റെ ഒരൊറ്റ വീഡിയോയിലും ഫോട്ടോയിലും ഒന്നുമില്ല. കാരണം എന്താണെന്നറിയോ, പുള്ളിക്കാരനൊരു ഫോട്ടോഗ്രാഫറും കൂടെയാണ്. അതുകൊണ്ടാണ് ഈ ഫോട്ടോഗ്രാഫറിൻ്റെ ഒരു സിൻഡ്രോം ഉണ്ടല്ലോ, എല്ലാ ഫോട്ടോയും എടുക്കുന്നവരായിരിക്കും പക്ഷെ ഒറ്റ ഫ്രെയിമിൽ അവരെ കാണില്ല. അതുകൊണ്ട് ഇത് വരുണും ഞാനും മേധയാണ്. എൻ്റെ ഈ സോളോ ട്രിപ്പിൽ ഞാനിവിടെ വന്നപ്പോൾ പരിചയപ്പെട്ട ആൾക്കാരാണ് മൊത്തം. എല്ലാം സ്ട്രേഞ്ചേഴ്സായിട്ട് വന്ന് പെട്ടെന്ന് ഫ്രണ്ട്സായി മാറിയതാണ്. ആദ്യം പരിചയപ്പെടുമ്പോൾ ഒരു ഓക്വേർഡ്നെസ് ഉണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് നേരം അവരുടെ കൂടെ എവിടെയെങ്കിലൊക്കെ കറങ്ങി നടക്കുമ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും ഒരു കംഫർട്ട് സോണിൽ വരും. പിന്നെ എല്ലാവരും ഭയങ്കര വൈബായിരിക്കും. പിന്നെ ആരെങ്കിലും ഒന്ന് പോകുന്നതാണെങ്കിൽ ഭയങ്കര വിഷമമാവും. അത്രയ്ക്കൊരു അറ്റാച്ച്മെൻറ്റും കണക്ഷനും ഫീൽ ചെയ്യുമായിരുന്നു. ഇതിൽ ഒട്ടുമിക്ക ആൾക്കാരായിട്ടും എനിക്കിപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട്. എന്തോ നല്ലൊരു ഭാഗ്യം കൊണ്ട് എനിക്ക് ഈ ട്രിപ്പിൽ കിട്ടിയിരിക്കുന്ന എല്ലാ കോണ്ടാക്ട്സും എല്ലാ കണക്ഷൻസും നല്ലതായിരുന്നു.
എനിക്കൊരു ബാഡ് വൈബോ അങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ടോട്ടലി എൻ്റെ സോളോ ട്രിപ്പ് ഭയങ്കര വേർത്തായിരുന്നു. അങ്ങനെ സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോൾ വേറൊരു ഐറ്റം കണ്ണിൽ പെട്ടു. പെട്ടെന്ന് കാണുമ്പോൾ നമ്മളുടെ നാട്ടിലെ ഇഡ്ഡലി ആയിട്ടോ കിണ്ണത്തപ്പോ ഒക്കെ ആയിട്ടോ ഒരു സിമിലാരിറ്റി ഒക്കെ ഫീൽ ചെയ്യുമായിരിക്കും. അപ്പോൾ ഒരു വെറൈറ്റി കാരണം ഒന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ച് ഒരെണ്ണം ട്രൈ ചെയ്യാൻ ഞങ്ങൾ വാങ്ങിച്ചു. അസാധ്യ സ്മെല്ലായിരുന്നു കേട്ടോ ഇതിൻ്റെ അടുത്ത് വന്നപ്പോൾ. ഇത് കഴിക്കുമ്പോൾ നമ്മളുടെ സാധാ അരിപ്പൊടിയിൽ പഞ്ചസാര ഇട്ടിട്ട് കഴിക്കുന്നൊരു സ്വാദ. പ്രത്യേകിച്ച് വല്ല ഹൈപ്പ് കൊടുക്കുന്ന സാധനമൊന്നുമല്ല, പക്ഷേ നമുക്ക് ഹോംലി ആയിട്ടുള്ളൊരു ഫീല് കിട്ടും ഇത് കഴിക്കുമ്പോൾ. നമ്മുടെ നാട്ടിൽ എന്തോ ഒരു അപ്പം കഴിക്കുന്ന പോലത്തെ ഒരു ഫീല്. അവിടെ നിന്ന് പിന്നെ നേരെ പോയതൊരു ചായ കുടിക്കാനാണ്. ഇവിടെ വന്നിട്ട് ഈ ഹെർബൽ ടീ ആണ് ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്യുന്നത്. ഇവിടെ പല തരത്തിലുള്ള ഹെർബൽ ടീസ് ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നമ്മളുടെ നാട്ടിലെ ഹിബിസ്കസ് ടീ പോലെ റോസല ടീ ട്രൈ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അതുപോലെ വേറെ ഏതോ ഫ്ലവർ ഇട്ട വേറൊരു ടീയും ട്രൈ ചെയ്തു. അങ്ങനെ ഒരുപാടെണ്ണം ട്രൈ ചെയ്യുമ്പോൾ ഏതെങ്കിലുമൊക്കെ പാളും, ചിലതൊക്കെ ക്ലിക്കാവും. അങ്ങനെ എന്നിട്ട് ചാട്ട് പോലത്തെ എന്തൊക്കെയോ സ്നാക്സും വാങ്ങിച്ചു കഴിച്ചു. ഇതാണ് ആകെ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നൈറ്റ് മാർക്കറ്റിൽ നിന്ന് ആക്ച്വലി ഞങ്ങൾ ആരും ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ല. ചുമ്മാ അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കാഴ്ചകളൊക്കെ കണ്ട് ഒരുപാട് വെറൈറ്റി കാഴ്ചകളുണ്ടായിരുന്നു കാണാൻ. അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ചുമ്മാ നടക്കുന്നതല്ലാതെ ആരും ഒന്നും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നടന്നു വരുമ്പോൾ ഒരു കുട്ടീനെ കണ്ട്, ഈ കുട്ടിയല്ല വേറൊരു കുട്ടി. ആളൊരു ഹാലോവിൻ ലുക്കിലായിരുന്നു. അതായത് ആളുടെ തലയിൽ ഇതാ കണ്ടില്ലേ ഒരു വാളിങ്ങനെ അറുത്ത് വെച്ചേക്കുന്നത് പോലത്തെ ഒരു സെറ്റപ്പ്. ഞാൻ നോക്കിയപ്പോൾ ആൾ ചിരിച്ചൊക്കെ പോസൊക്കെ ചെയ്തു തന്നു ഫോട്ടോ എടുക്കാൻ. പിന്നെ ഞാൻ ശ്രദ്ധിച്ചത് ഈ ഒരു സ്ഥലമാണ്. പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മാർക്കറ്റിൻ്റെ ഇടയിലോ റിസോർട്ടോ അതെന്താ ഹോട്ടലാണോ എന്നൊക്കെ വിചാരിച്ച് അടുത്ത് നിന്ന് നോക്കുമ്പോൾ എന്താ അവിടുത്തെ ഒരു ഹോസ്പിറ്റലായിരുന്നു അത്. ഇത്ര രാജകീയമായ എൻട്രിയൊക്കെ കണ്ടപ്പോൾ ഞാൻ കരുതിയത് റിസോർട്ട് വല്ലതുമായിരിക്കും. നൈറ്റ് മാർക്കറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് ഞങ്ങൾ ഹെറിറ്റേജ് വില്ലേജിൽ തന്നെ പോയി ഞങ്ങളുടെ സ്വന്തം ബാരിയലിൻ്റെ സ്റ്റോളിൽ ഫുഡ് കഴിക്കാൻ. ഇന്നത്തെ ഡിന്നറും ഇവിടെ നിന്ന് തന്നെയാണ്. എവിടെയൊക്കെ തെണ്ടി തിരിഞ്ഞു കഴിഞ്ഞാൽ അവസാനം ബാരിയലിൽ നിന്ന് വന്ന് ഈ ഫുഡ് കഴിച്ചാലേ നമുക്ക് വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചുള്ള ഒരു ഹോംലി ഫീൽ കിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടെ നിന്ന് ഡിന്നർ കഴിക്കും. ഇന്നത്തെ ഡിന്നറിൻ്റെ പ്രത്യേകത എൻ്റെ ഇവിടുത്തെ ലാസ്റ്റ് സപ്പറാണ്. ഇന്നും കൂടെ ഞാൻ നാഗാലാൻഡിലുള്ളൂ. നാളെ ഞാൻ നാഗാലാൻഡിൽ നിന്ന് പോവുകയാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതുവരെ ഞാൻ ബിജുവിനെ കണ്ടിട്ടില്ല. ഞങ്ങൾ മൂന്നാളും ഒന്നിച്ചാണ് സൂക്ക് പോയതെങ്കിലും തിരിച്ചു വന്നപ്പോൾ അവൻ സ്പ്ലിറ്റായിട്ട് അവിടെ വെച്ച് പരിചയപ്പെട്ട 2 ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് പോയത്. അതുകൊണ്ട് ഇതുവരെ അവനെ കണ്ടിട്ടില്ല. നാളെ പോകുന്നതിന് മുമ്പ് അവനെ കാണുമെന്നറിയില്ല. ഇവിടെ നിന്ന് എന്തായാലും തിരിച്ച് ബാരിയലിൻ്റെ ക്യാമ്പ് സൈറ്റിൽ പോയിട്ട് മേധ ഇവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും. ഒരു 10 days കൂടെ അവൾ എക്സ്റ്റെൻഡ് ചെയ്യും. പക്ഷേ ഞാൻ നാളെ എൻ്റെ ലീവൊക്കെ തീർന്നുകൊണ്ട് തിരിച്ചു പോകും. ഇന്ന് December 7 എൻ്റെ ലീവൊക്കെ കഴിഞ്ഞു. ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നത് ബാരിയലിൻ്റെ ഓണറാണ്, അക്കുത്തോ. പുള്ളീനെ ഞാൻ ഈ ലാസ്റ്റ് ഡേ ആയപ്പോഴാണ് ശരിക്കും ഒന്ന് കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ. ഞാൻ ഇറങ്ങുന്ന സമയത്തും വിജു എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അക്കുത്തേൻ്റെ അടുത്ത് ബൈ പറയുമ്പോൾ ഞാനൊരു ബ്രേസ്ലെറ്റ് അവിടെ നിന്ന് വാങ്ങിയത് ഞാൻ വിജുവിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചു. എന്നിട്ട് അവന് ഞാൻ മെസ്സേജ് ഇട്ടു, നിനക്ക് ഞാനൊരു സാധനം കൊടുത്ത് വിടുന്നുണ്ട്, നീ അത് വാങ്ങി വയ്ക്കണം എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടൊക്കെയാണ് ഞാൻ പോകുന്നത്. ഞാൻ ഇറങ്ങുന്ന സമയത്ത് നല്ല മഴയായിരുന്നു. അപ്പോൾ എനിക്ക് തന്നെ ഉള്ളിൽ നല്ല വിഷമമായിരുന്നു നാഗാലാൻഡിൽ നിന്ന് വരാൻ. അതിൻ്റെ ഇപ്പം മഴയും കൂടെ കണ്ടപ്പോൾ ഞാൻ തന്നെ ആശ്വസിച്ചു, നാഗാലാൻഡിന് വിഷമമൊക്കെ ആയിട്ടുണ്ടാവും എന്നൊക്കെ. എവിടെ അങ്ങനെ ടാക്സി സ്റ്റാൻഡിലെത്തി ഞാനൊരു ഷെയർ ടാക്സി ഹയർ ചെയ്ത് കയറി. അടുത്ത ആളെ വെയിറ്റ് ചെയ്ത് വന്ന് കയറിയത് ഒരു ആസാംകാരനായിരുന്നു. ആളൊരു വ്ളോഗറും ആയിരുന്നു. കയറി വന്നപ്പോൾ തന്നെ ഹേ ഗായ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കയറി വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈശ്വരാ, എന്നെപ്പോലൊരു സൈലൻറ്റ് വ്ളോഗർ ഇവൻ്റെ അടുത്താണല്ലോ വന്ന് പെട്ടേന്നൊക്കെ ആയിരുന്നു. പക്ഷേ ആൾ കൂളായിരുന്നു, കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു. പുള്ളി വ്ളോഗൊക്കെ എന്നെ എടുത്തിട്ടൊക്കെ പോയിട്ടുണ്ട് പുള്ളിയുടെ വ്ളോഗിൽ. എന്ത് കാണിക്കാനാണോ. തിരിച്ചു പോകുന്ന സമയം മൊത്തം മഴയായിരുന്നു, വെരി ബാഡ് വെതർ. ഞാൻ നാഗാലാൻഡിൽ ഇത്രയും ദിവസം വന്നിട്ട് എനിക്ക് ഇത്രയും മോശപ്പെട്ടൊരു വെതർ കാണുന്ന ആദ്യമായിട്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു സമാധാനം, അറ്റ്ലീസ്റ്റ് ഞാൻ പോകുമ്പോഴാണല്ലോ ഇതുണ്ടായത്. അവിടെ നിൽക്കുന്ന സമയത്ത് എൻ്റെ മൊമെൻറ്റ്സ് ഒന്നും സ്പോയിൽ ചെയ്തില്ലല്ലോ. ദിമാപൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ അടുത്ത് കണ്ടൊരു നല്ല ഹോട്ടൽ കയറി. ഞാൻ കോഫി കുടിച്ചു, പിന്നെ ഫുഡ് കഴിച്ചു. കാരണം ഇനി ട്രെയിനിൽ കയറിയാൽ ഞാൻ ട്രെയിനിൽ നിന്ന് ഒന്നും കഴിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല. ഒരു വലിയ ഹോട്ടലിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇറങ്ങാറായി കഴിഞ്ഞപ്പോഴാണ് ഒരു ഫാമിലി എങ്കിലും അങ്ങോട്ട് കയറി വന്നത്. ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ ഞാൻ ആദ്യമേ വീഡിയോയിൽ പറഞ്ഞു തുടങ്ങിയായിരുന്നല്ലോ, 1 December തൊട്ട് 10th വരെയാണ്. അപ്പോൾ ഇത് എയ്തർ ആദ്യത്തെ ഫസ്റ്റ് 3 days അല്ലെങ്കിൽ അവസാനത്തെ 3 days, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ബാക്കിയുള്ള സമയങ്ങളിൽ ഇവിടെ വരുന്നവർ ബാക്കി സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യും. ഞാൻ ആകെ എക്സ്ട്രാ എക്സ്പ്ലോർ ചെയ്തത് സൂക്ക് വാലി മാത്രമേ ഉള്ളൂ. ഞാൻ ഈ റിട്ടേൺ പോരുന്ന ദിവസം നേരെ ഖൊനോമ വില്ലേജ് എന്ന് പറഞ്ഞ ഒരു ക്ലീനസ്റ്റ് വില്ലേജ് ഉണ്ട്, അത് എക്സ്പ്ലോർ ചെയ്യാൻ പോയി. എനിക്ക് പക്ഷേ അതിലൊരു റിഗ്രറ്റ് ഒന്നും ഫീൽ ചെയ്തില്ല. കാരണം
സോളോ ട്രാവൽ ഞാൻ പ്ലാൻ ചെയ്തത് എക്സ്പ്ലോർ ചെയ്തു. ഹോൺബിൽ ഫെസ്റ്റിവലായിരുന്നു എൻ്റെ ഫുൾ ഫോക്കസ്. അത് എക്സ്പ്ലോർ ചെയ്തു. എക്സ്ട്രാ ആയിട്ട് സൂക്കു എക്സ്പ്ലോർ ചെയ്തു. പിന്നെ ഒരു എക്സോസ്റ്റഡ് ഫീൽ, അത് തിരിച്ച് വരണം, മതിയായി. പിന്നെ ലീവുണ്ട്, പോസ്റ്റ്പോൺ ചെയ്യാനൊന്നും താല്പര്യമില്ല, ലീവൊക്കെ തീർന്നു. അങ്ങനെ എക്സോസ്റ്റഡ് ഫീൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പം സ്ഥലം കാലിയാക്കണം. പിന്നെ അവിടെ കടിച്ചു മുങ്ങിയിട്ട് കാര്യമില്ല, മൈൻഡ് ഓഫായി പോകും. ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് അടുത്ത ഗംഭീര ട്വിസ്റ്റ്. അതായത് എനിക്ക് ഇവിടെ നിന്ന് ആസാമിലേക്ക് പോകാനുള്ള ട്രെയിൻ, ദിമാപൂരിൽ നിന്ന് ആസാമിലേക്കുള്ള ട്രെയിൻ 8 മണിക്കൂർ ഡിലേയാണ്. ക്യാൻ യു ബിലീവ് ഇറ്റ്? 8 മണിക്കൂർ ഒരു പരിചയമില്ലാത്തൊരു റെയിൽവേ സ്റ്റേഷനിൽ ഒറ്റയ്ക്ക് ചുമ്മാ ഈച്ചയാട്ടി രാത്രി ഇരിക്കേണ്ട അവസ്ഥ. അതാണെങ്കിൽ അവിടെ പലയിടത്തും ആ ഇരിക്കുന്ന സ്ഥലത്ത് വെയിറ്റിംഗ് ഏരിയയിൽ പലയിടത്തും വെള്ളം കയറിയിട്ട് കാല് വയ്ക്കാൻ സ്ഥലമില്ലായിരുന്നു. ഞാൻ എൻ്റെ പൊന്നെ എങ്ങനെയൊക്കെയാണ് ഞാൻ ഇരുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. കുറേ നേരം കിടന്ന് ഉറങ്ങി, കസേരയിൽ തന്നെ ഇരുന്ന് ഉറങ്ങി. കുറേ നേരം വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിരുന്നു. പിന്നെ കുറച്ച് നേരം കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഇരുന്ന് വായിച്ചുകൊണ്ടിരുന്നു. അയ്യോ, അങ്ങ് ഇല്ലാണ്ടായി. എനിക്കങ്ങനെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും കോരിയെടുത്ത് നേരെ വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോയ നിമിഷമായിരുന്നു അത്. എനിക്ക് എവിടെയെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിൽ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് വരണം എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്ട്രെയിറ്റ് ഹോം വരണം. അതിനിടയ്ക്കൊരു ഭയങ്കര ലാഗോ പോസ്റ്റോ ഒക്കെ കിട്ടിയാൽ ഞാൻ ഈസിലി പിസ്ഡ് ഓഫ് ആവും. അങ്ങനെ കുറേ നേരം അവിടെ പോസ്റ്റ് അടിച്ചിരുന്നു. പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഗാലാൻഡിൽ നിന്ന് ആസാം പോയിട്ട് ആസാമിൽ നിന്ന് ബാംഗ്ലൂർ ടു കൊച്ചി, അതാണ് പ്ലാൻ. അപ്പോൾ ഇങ്ങോട്ട് വന്ന സമയത്ത് ആസാമിൽ സ്റ്റാർ ഗേസ് ഹോസ്റ്റലിലാണ് താമസിച്ചത്. പക്ഷെ അത് ഒത്തിരി ഉള്ളിലായതുകൊണ്ട് ഞാൻ എയർപോർട്ടിനടുത്തുള്ളൊരു ഹോട്ടൽ ഒരു റൂമാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ട്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ കുറേ നേരം പോസ്റ്റ് അടിക്കുന്ന സമയത്ത് ഇന്ന പാരലൽ യൂണിവേഴ്സ് കെവിൻ, ബെൽജിയത്തിൽ നിന്നുണ്ടായിരുന്ന കെവിൻ ഉണ്ടായിരുന്നല്ലോ ഞങ്ങളുടെ കൂട്ടത്തിൽ. അവൻ തിരിച്ച് റിട്ടേൺ പോകുന്നതും സെയിം ടൈമിലായിരുന്നു. അവൻ പോയ സമയത്ത് അവൻ്റെ ഹൊറിബിൾ എക്സ്പീരിയൻസ് അവൻ എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തന്നു വാട്സപ്പിൽ. ഞങ്ങൾ ഇങ്ങോട്ട് വന്ന സമയത്ത് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും പക്ഷെ കയറിയ ട്രെയിൻ മാറിയാന്ന് പറഞ്ഞ് ഞങ്ങളെ ഇറക്കി വിട്ടതാണല്ലോ. അതുകൊണ്ട് തിരിച്ച് പണി കിട്ടാതിരിക്കാൻ അവൻ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ടിക്കറ്റ് ക്ലാസ് നോക്കിയെടുത്തു. പക്ഷേ അവൻ്റെ സീറ്റിൽ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഒരുപാട് പേര് ടിക്കറ്റ് പോലും ഇല്ലാതെ കയറിയിരുന്ന് അവൻ തിങ്ങിഞ്ഞിറങ്ങിപ്പോയി. അത് ഫോട്ടോ എടുത്ത് അയച്ചിട്ട് പറഞ്ഞു, ഇതെന്ത് ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കണേന്ന് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടു. ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി സെൻസ് എന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞു, ഇത് ഇന്ത്യയാണ് മാൻ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുറേ വെയിറ്റ് ചെയ്ത അവസാനം എൻ്റെ ട്രെയിൻ വന്നു. അപ്പം ഞാൻ എൻ്റെ സീറ്റ് നമ്പർ നോക്കിയിട്ടിരുന്നില്ല, കാലിയായിട്ടുള്ളൊരു സ്ഥലം നോക്കിയിട്ട് അവിടെ പോയായിരുന്നത്, സേഫ്റ്റിയൊക്കെ നോക്കിയിട്ട്. പെണ്ണായി പോയല്ലോ, സേഫ്റ്റി മുഖ്യം ബിഗിലേ. അങ്ങനെ കിടക്കാൻ ഉറക്കം വരുന്ന സമയത്ത് ഞാൻ അപ്പർ ബെർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അല്ലാത്ത സമയം മൊത്തം ഞാൻ താഴെ ലോവർ ബെർത്തിൽ തന്നെ ഇരിക്കും. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കാര്യം കാലിയായിട്ടുള്ള ഏരിയ നോക്കി സെലക്ട് ചെയ്തെങ്കിലും ഈ രാത്രി സമയം ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ട്രെയിനിൽ കിടന്ന് ഉറങ്ങാന്നുള്ളത് ഹെവി റിസ്ക്കാണ്. അതുകൊണ്ട് ഒട്ടും ഉറക്കം വന്നില്ല. എൻ്റെ ബാണ്ടക്കെട്ടാട്ടോ ഇത് മൊത്തം. ഒരു വലിയ ബാക്ക് പാക്കും ഒരു ചെറിയ ബാക്ക് പാക്കും. നല്ല തണുപ്പുള്ളതുകൊണ്ട് ഫുൾ കവർ ചെയ്തേ ഇരിക്കുന്നത്. രാവിലെ ആസാമിലെത്തി. ഒരു ടാക്സി ഹയർ ചെയ്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ ഞാൻ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് പോവാണ്. കിടന്നുറങ്ങുക, കുളിക്കുക, ഫ്രഷ് ആവുക, എയർപോർട്ടിലേക്ക് പോവുക. ഇതാണ് ആകെയുള്ളൊരു ഉദ്ദേശം. ശരിക്കൊന്നും ഉറങ്ങിയിട്ടില്ല ട്രെയിനിൽ കയറിയിട്ട്. അത് രാവിലെ എണീറ്റ് മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയിൽ എന്തൊക്കെയോ പാട്ട് കേട്ട് പോകാൻ എന്താ സുഖം. ഹോട്ടലിൽ ഒത്തിരി നേരം ഒന്നും സ്പെൻഡ് ചെയ്യാൻ ടൈമൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഏറ്റവും ചീപ്പായിട്ടുള്ള എന്നാൽ നല്ല റേറ്റിംഗ് ഉള്ളൊരു ഹോട്ടൽ നോക്കിയാണ് ചൂസ് ചെയ്തത്. ഇതായിരുന്നു ഞാൻ ബുക്ക് ചെയ്ത ഹോട്ടൽ. ഒരു കുട്ടി ഹോട്ടൽ റൂം, ജസ്റ്റ് ബെഡ്, അറ്റാച്ച്ഡ് ബാത്റൂം ഒക്കെ ഉണ്ട്. ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്ത് കുളിച്ച് ഫ്രഷായി എൻ്റെ ഫ്ലൈറ്റിൻ്റെ ടൈം ആയപ്പോഴാട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്, ചെക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ്. ഇനി ഇവിടെ നിന്ന് എയർപോർട്ടിലേക്കുള്ള യാത്ര എനിക്ക് മേധ പറഞ്ഞു തന്നൊരു ചീപ്പ് ഓപ്ഷനാണ് ചൂസ് ചെയ്തത്. അതായത് ഇവിടെ റാപ്പിഡോ ബൈക്സ് കിട്ടും. നമ്മൾ ഇവിടെ നിന്ന് ടാക്സി എടുക്കുവാണെങ്കിൽ എന്തായാലും ഒരു 300, 400, 500 റേഞ്ചിലൊക്കെ ചോദിക്കും. റാപ്പിഡോ ബൈക്സ് ആണെങ്കിൽ ഒരു 100 രൂപയിൽ കാര്യം കഴിയും. അങ്ങനെ ബൈക്സ് ബുക്ക് ചെയ്ത് ഒരാൾ വന്നു, അയാളുടെ കൂടെ പോവാണ്. പക്ഷേ വന്ന ആൾ ഇച്ചിരി ഉടായിപ്പായിരുന്നു. അതായത് ഓൺലൈൻ കാണിക്കുന്ന 100 റുപ്പീസ് പോരാതെ അയാൾക്ക് കയ്യിൽ എക്സ്ട്രാ ക്യാഷ് ആയിട്ടൊരു 100 റുപ്പീസ് കൊടുക്കണം എന്ന് പറഞ്ഞു. അത് എനിക്ക് ആദ്യത്തെ തയ്ച്ചില്ലെങ്കിലും ഞാൻ പറഞ്ഞു തരാം, ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞ് എഗ്രി ചെയ്തിട്ട് എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വാക്ക് മാറ്റി പറഞ്ഞു. വാക്കല്ലേ മാറ്റാൻ പറ്റൂ. അങ്ങനെ ഇപ്പം സ്കാമിൽ പെടാൻ പറ്റില്ല എനിക്ക്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരുപാട് സ്കാമിൽ പെട്ടതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് ഞാൻ അവൻ്റെ അടുത്ത് നെഗോഷിയേറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു തരാൻ സൗകര്യമില്ല,
അല്ലെങ്കിൽ നിങ്ങളുടെ അവിടെ നിന്ന് ആരെങ്കിലും വിളിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് അയാൾ എന്നെ എന്തൊക്കെയോ അയാളുടെ ഭാഷയിൽ ചീത്ത പറഞ്ഞിട്ട് അയാൾ ഇട്ടിട്ട് പോയി. എൻ്റെ കയ്യിൽ നിന്ന് കാശ് കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ അപ്പോൾ എനിക്ക് സന്തോഷമായി. ഒരു സ്കാമിലെങ്കിലും ഞാൻ പെടാതിരുന്നല്ലോ. അങ്ങനെ എയർപോർട്ടിൽ വന്നിറങ്ങി. ഇവിടുത്തെ എയർപോർട്ട് കണ്ടു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനാണെന്നേ തോന്നുള്ളൂ. അത്രയ്ക്ക് ഒരു ബേസിക് ലുക്കുള്ളൊരു എയർപോർട്ടാണ്. അവിടെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച കേട്ടോ, ബഹളം എന്ന് വെച്ചാൽ അമ്മാതിരി ബഹളം. ആൾക്കാരൊക്കെ മേളിലേക്ക് നോക്കിക്കുമായിരുന്നു. കുറേ കിളികൾ ഇങ്ങനെ കൂട്ടത്തോടെ പറന്നിട്ട്. കുറച്ച് നേരം അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാൻ പിന്നെ എയർപോർട്ടിനകത്തേക്ക് പോയി. എൻ്റെ ഫ്ലൈറ്റ് 6 മണിക്കാണെങ്കിലും ഞാൻ ഒത്തിരി നേരത്തെ എത്തി. അതുകൊണ്ട് ഞാൻ അവിടുത്തെ ലോഞ്ചിൽ കയറി ഫുഡൊക്കെ ഒരു താലി മീൽസ് ഓർഡർ ചെയ്തു. ഫുഡ് അത് ഓർഡർ ചെയ്തിട്ട് ഞാൻ അവിടെ ഇരുന്നിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. കാരണം ലാപ്ടോപ്പൊക്കെ എടുത്തിട്ടാണല്ലോ വന്നിരിക്കുന്നത്, വർക്കും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട്. ലീവാണ് എടുത്തതെന്ന് പ്രത്യേകം ഓർക്കണം, അതിൻ്റെ ഇടയിൽ കൂടെ വർക്കും കൂടെ. ഈ പണ്ടൊക്കെ ഞാൻ സ്റ്റുഡൻ്റൊക്കെ ആയിരുന്ന സമയത്ത് എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ആൾക്കാരിങ്ങനെ ലാപ്ടോപ്പൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിക്കും, എന്നോ ഒരു പട്ടിഷോയാണോ, ഇവർക്കൊന്നും വേറൊരു സ്ഥലവും കിട്ടിയില്ല, ഇവർ ആരെ കാണിക്കാൻ ഈ വർക്ക് ചെയ്യണമെന്ന്. പക്ഷേ ഇപ്പോൾ ഐ ആം ലിവിങ് ദാറ്റ് ഹെൽ ലൈഫ്. അതുകൊണ്ട് ഐ ക്യാൻ റിലേറ്റ്. എനിക്ക് നല്ല ഗിൽട്ട് ഫീൽ ഉണ്ട് അങ്ങനെയൊക്കെ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ചതിൽ. ഇതാ ഞാൻ ഓർഡർ ചെയ്ത താലി മീൽസ്. ഇവരുടെ ഈ ഫുഡിൻ്റെ ഇടയിൽ എപ്പോഴും ഒരു മാഷ്ഡ് പൊട്ടറ്റോ ഉണ്ടാവും. അത് ഈ നാഗാലാൻഡും ആസാമൊക്കെ വരുമ്പോൾ സ്ഥിരമായിട്ട് കിട്ടുന്നതാണ്. എനിക്ക് ആ മാഷ്ഡ് പൊട്ടറ്റോ ഫുഡ്, ആ ഒരു ഡിഷ് ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇതൊരു ഡീസൻറ്റ് ഫുഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആസ്വദിച്ചൊക്കെ കഴിച്ച് ഞാൻ എൻ്റെ ഫ്ലൈറ്റിൻ്റെ ടൈം ആയപ്പോഴത്തേക്കും ചെക്ക് ഇൻ ചെയ്ത് അവിടെ ചെന്നപ്പോഴാണ് എൻ്റെ ദൈവമേ അടുത്ത പണി എനിക്ക് കിട്ടുന്നത്. അതായത് എൻ്റെ ഫ്ലൈറ്റ് ഒരു 2 hours ഇവിടെ ഡിലേ ഉണ്ടെന്ന്. അന്നേരം എനിക്കുണ്ടായ ഫീൽ, എൻ്റെ പൊന്നെ, ശത്രുക്കൾക്ക് പോലും അവസരം വരുത്തരുത് എന്നതിൽ തോന്നിപ്പോയി. അത്രയ്ക്ക് ഓൾറെഡി ട്രാവൽ കാരണം ടയേർഡായിരുന്നു. എങ്ങനെയെങ്കിലും ഫ്ലൈറ്റിൽ കയറിയിട്ട് സുഖമായിട്ട് എ സിയിൽ കിടന്ന് ഉറങ്ങാം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു ട്വിസ്റ്റ്. എനിക്കാണെങ്കിൽ ഈ ഡിപ്രഷനും ഫ്രസ്ട്രേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് ഞാൻ പെട്ടെന്ന് മറികടക്കാൻ ചെയ്യുന്നൊരു ടിപ്പുണ്ട്. അത് പക്ഷേ ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യില്ല, ബിക്കോസ് അതൊരു ഹെൽത്തി ടിപ്പല്ല. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ മൈൻഡ് ഡീവിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പോയി കഴിച്ചാൽ മതി. മെയിനായിട്ട് എന്തെങ്കിലും സ്വീറ്റ് ചോക്ലേറ്റ് ഐറ്റംസ്, അതല്ലെങ്കിൽ പെട്ടെന്ന് റാൻഡംലി കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്ന ഒരു ഐറ്റം, അത് കഴിച്ചാൽ മതി. ആ കഴിക്കുന്നതിൻ്റെ ആ ഒരു ടൈമിൽ അതിൽ ഇൻവോൾവ് ചെയ്തിട്ട് ആ സമയത്തുണ്ടാകുന്ന ആ ഡിസ്റ്റർബൻസിൽ നിന്ന് നമ്മളൊന്ന് ഫ്രീ ആവും. ഇത് ഞാൻ മിക്കപ്പോഴും ചെയ്യുന്നൊരു ടിപ്പാണ്. അതിൻ്റെ റിസൾട്ട് കാണാനുമുണ്ട്. അങ്ങനെ അന്നേരത്തെ പിസ്ഡ് ഓഫ് മൊമെൻറ്റിൽ നിന്ന് ഒന്ന് കരകയറാൻ ഞാൻ ഓർഡർ ചെയ്തത് മറ്റൊരു ചിക്കൻ റോളും പിന്നെ ഒരു കോഫിയും ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫ്ലൈറ്റിൻ്റെ ടൈമായി. ഇവിടെ നിന്ന് നേരെ ഇനി ബാംഗ്ലൂർ എയർപോർട്ടാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ വെളുപ്പിനെ അവിടെ നിന്ന് ബാംഗ്ലൂർ ടു ട്രിവാൻഡ്രം. എനിക്ക് ബാംഗ്ലൂർ ടു കൊച്ചി ഫ്ലൈറ്റ് ചീപ്പ് റേറ്റിൽ കിട്ടാത്തതുകൊണ്ട് റേറ്റ് നോക്കി കുറച്ച് ബെറ്ററായിട്ട് തോന്നിയത് ട്രിവാൻഡ്രം ആയതുകൊണ്ട് ട്രിവാൻഡ്രമാണ് ചൂസ് ചെയ്തത്. ട്രിവാൻഡ്രത്തു നിന്ന് ട്രെയിനിൽ നേരെ കൊച്ചി, അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ബാംഗ്ലൂർ എയർപോർട്ടിൽ രാത്രി എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ കാലടിച്ച് കിടക്കുമായിരുന്നു. അവിടെ എത്തിയപ്പോൾ എനിക്ക് ആക്ച്വലി ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് തൊട്ട് എനിക്ക് എയർപോർട്ട്സിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ബാംഗ്ലൂർ എയർപോർട്ടാണ്. കാരണം അത് വളരെ നീറ്റാണ്, നമുക്കൊരു ഹോംലി ഫീലാണ്, വളരെ സേഫായിട്ട് ഫീൽ ചെയ്യും. ഇവിടെ ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട് കാണാൻ, ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട്. പക്ഷേ എനിക്കിവിടെ ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള സ്ഥലം ഏതാണെന്നറിയോ? ഇവിടുത്തെ ബാത്റൂം. ഞാൻ ഒരുപാട് എയർപോർട്ട്സിൽ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും നീറ്റ് ആൻഡ് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ലേഡീസ് ബാത്റൂം വേറെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടുത്തെ വാഷ്റൂംസൊക്കെ വളരെ നീറ്റാണ്, എല്ലാ തരത്തിലുള്ള സൗകര്യമുണ്ട്. ഈവൻ സാനിറ്ററി നാപ്കിൻസിന് ഡിസ്പെൻസർ വരെയുണ്ട്. എല്ലാം നല്ല നീറ്റ് ആൻഡ് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഫ്ലൈറ്റിൽ കയറിയിട്ട് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാമെന്നൊക്കെ കരുതിയെങ്കിലും ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ഞാനങ്ങ് മൊത്തത്തിലങ്ങ് ഇമോഷണലായിപ്പോയി. എനിക്ക് തന്നെ മനസ്സിലായില്ല എന്ത് ഇമോഷൻസാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നതെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ വളരെ മിസ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു നാഗാലാൻഡ്. എൻ്റെ ഫസ്റ്റ് സോളോ ട്രിപ്പാണ്. അത് ഞാൻ ഒത്തിരി കാത്തിരുന്ന് ആഗ്രഹിച്ച് ഒരുപാട് തവണ പ്ലാൻ ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് അവസാനം നാഗാലാൻഡ് ചൂസ് ചെയ്ത് ഒറ്റൊരു വാശിയുടെ പുറത്തൊക്കെ അങ്ങ് കയറിപ്പോയതാണ്. അവിടെ ചെന്നിട്ട് ഒരു പരിചയമില്ലാത്ത ഒരുപാട് പേരെ കണ്ടു, ഫ്രണ്ട്സിനെ കിട്ടി. അവരായിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അങ്ങനെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ പോയിട്ട് അവിടെ ഇത്രയും നല്ല ഫ്രണ്ട്സിനെ കിട്ടി. അവരായിട്ട് എക്സ്പ്ലോർ ചെയ്തു, ഒരു ഗ്യാങ്ങായി, ഒരുപാട് മെമ്മറീസ് ഉണ്ടാക്കി. എന്നിട്ടെല്ലാം കഴിഞ്ഞതായി ഇപ്പോൾ തിരിച്ചൊറ്റയ്ക്ക് പിന്നെയും വരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ആ ഒരു ഇമോഷണൽ അപ്പ് ആൻഡ് ഡൗൺ അങ്ങനത്തെ ഒരു ഗ്രാഫിൽ കൂടെയായിരുന്നു എൻ്റെ മൈൻഡ് മൊത്തം. ഈ ട്രിപ്പ് കംപ്ലീറ്റ്ലി ഒരു പോസിറ്റീവ്, വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. അതുകൊണ്ടൊരു ഹാപ്പി എൻഡിങ്ങുമാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്.
പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് എനിക്കൊരു ചെറിയ നെഗടിച്ചു. ചെറിയൊരു കാര്യം, അതായത് ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിലെത്തിയ സമയത്ത് അവിടെ വെച്ചിട്ട് എനിക്കൊരു ബാഡായിട്ടുള്ളൊരു വൈബ് അടിച്ചു. രാവിലെ ഞാൻ ട്രെയിനിൽ കയറിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. എൻ്റെ ബോഗിയിൽ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അന്നേരം ഒരു ട്രാൻസ്ജെൻഡർ കയറി വന്നിട്ട് കാശ് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലില്ല, കാശായിട്ടില്ല, കാർഡ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ കുറച്ച് നേരം ചോദിച്ചിട്ട് അവർ ബാക്കിൽ പോയി വേറെ ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ട് എഗെയിൻ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് വന്നിട്ട് കാശ് കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലില്ല, ഞാൻ പറഞ്ഞില്ലേ കാർഡുള്ളൂ, ഞാൻ വേണേൽ പേഴ്സ് കാണിക്കാമെന്ന് പറഞ്ഞ മൊമെൻറ്റിൽ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു പിച്ചക്കാരിപ്പായില്ലേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പ്രാഗിയിട്ട് പോയി. എനിക്കന്നേരം ഉണ്ടായ വിഷമമുണ്ടല്ലോ, രാവിലെ എണീറ്റ് ഫ്രഷായി നിൽക്കുമ്പോൾ ഒരാൾ തലവഴി വേസ്റ്റ് കൊട്ടിയിട്ട പോലത്തെ ഒരു ഫീലായിരുന്നു. അന്നേരം എനിക്ക് ഭയങ്കര ദേഷ്യം അവരോടൊക്കെ തോന്നിയെങ്കിലും പിന്നെ ഞാൻ വിചാരിച്ചു ട്രാവലിൽ ഇതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഇത്രയും ഒരു 99% പോസിറ്റീവ് ആൻഡ് ഹാപ്പി മൊമെൻറ്റ്സ് ഉണ്ടായ ഒരു ട്രിപ്പിൽ ഈ ഒരു 1% അല്ലേ, അത് വളരെ സൗകര്യപൂർവ്വം അങ്ങ് മറന്നേക്കാം എന്ന് കരുതി ഞാനത് ഇഗ്നോർ ചെയ്തു. അങ്ങനെ എൻ്റെ ഫസ്റ്റ് സോളോ ട്രിപ്പ് ടു നാഗാലാൻഡ് ഇവിടെ തീരുകയാണ്. ഈ വീഡിയോ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതെൻ്റെ മെമ്മറീസാണ്, എൻ്റെ ഫീലിങ്സാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ വീഡിയോസ്.